ഇന്ന് ഓഫീസിൽ നിന്ന് വന്ന് എല്ലാ പണിയും കഴിഞ്ഞ് കുഞ്ഞപ്പനെയും കിടത്തി ഉറക്കിയിട്ടേത് നമ്മുടെ ഗ്ലൂട്ടാത്തിയോൺ ക്യൂബ്സ് റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് ട്രേ എടുത്തോണ്ട് വന്നതാട്ടാ. സംഭവം സെറ്റായോ എന്നറിയാഞ്ഞിട്ടേ ഒരു സമാധാനവും ഇല്ലായിരുന്നു. തൊട്ട് നോക്കിയപ്പോഴേ ആ മേളിൽ മാത്രം ഇങ്ങനെ ഇച്ചിരി ജാം പോലെ ഇരിപ്പുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ മേളിലിരിക്കുന്ന ഇങ്ങനെ നക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഒരു ജാമിൻ്റെ ഈ ഒരു കളറിൽ പണ്ട് ചെറുതിലെ ഒരു 90 കിഡ്സ് ഒക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ സമയത്ത് ഇങ്ങനെ ഈ ഒരു കളറിലുള്ള ഒരു ജാം ഇങ്ങനെ പാക്കറ്റിൽ കിട്ടത്തില്ലായിരുന്നു. ആ ഒരു ടേസ്റ്റൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് കഴിച്ച് ഇങ്ങനെ വെളുത്തിട്ട് പാറുന്ന ആ ഒരു റിസൾട്ടൊക്കെ കിട്ടിയില്ലെങ്കിലും ഇതെന്തായാലും ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ക്യൂബ്സ് കണ്ടിട്ട് നല്ല പളുങ്ക് പോലെ ഉണ്ടെന്നേ അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നെല്ലിക്ക നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു പുളിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ വലിയൊരു ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ ഡ്രിങ്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാനായിരിക്കും സുഖം. ഈ ഐസ് ക്യൂബ് വേണമെങ്കിൽ നമുക്ക് ഫേസ് പാക്കായിട്ടും എടുക്കാം കേട്ടോ. നമ്മുടെ ഫേസിലൊന്ന് റബ്ബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യൂബ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും മാസത്തിൽ ഒരു പ്രാവശ്യം ഇതിന് വേണ്ടി മെനക്കിടുന്നതിന് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനൊരു 2 ട്രേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ മതി. കാര്യം സെറ്റായി. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ എൻ്റെ ഓഫീസിലൊരു കൊളീഗിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുമായിരുന്നു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുന്നേ ഇല്ല. നമ്മൾ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മൾ കുറേ നാളാകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇഷ്ടമൊക്കെ ഈ പിള്ളേരുടെ ഇഷ്ടമായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ മനഃപൂർവ്വം മറന്നു കളയുന്നതാണോ എന്തോ. ശരിക്കും പറഞ്ഞാലേ നമ്മളെപ്പറ്റി ഒരു ചിന്ത ഇല്ലാതിരുന്നാൽ, നമ്മൾ നന്നായിട്ടിരുന്നാലല്ലേ, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിട്ടിരുന്നാലല്ലേ നമ്മുടെ മക്കളെ നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അതെനിക്ക് സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ. സത്യമുള്ളൊരു കാര്യമല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹെൽത്ത് മാത്രമാക്കണ്ട, നമ്മുടെ ബ്യൂട്ടിയിലും കൂടെ കുറച്ച് ശ്രദ്ധിച്ചേക്കാമെന്ന്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഫേസിലിടാൻ വേണ്ടിയിട്ട് ഒരു ക്യൂബും കൂടെ, ഇത് ഞാൻ പണ്ടൊക്കെ ഇടയ്ക്ക് ചെയ്യുമായിരുന്നു കേട്ടോ, ഒരു ക്യൂബും കൂടെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എല്ലാ ദിവസവും നമുക്ക് പായ്ക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ജോലിക്ക് വന്നവർക്ക് രാവിലെ ഒരു പായ്ക്ക് ഉണ്ടാക്കി അത് ഫേസിലിടുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തേക്ക് ഉപയോഗിക്കാനും പറ്റും, എല്ലാ ദിവസവും എടുക്കാനും പറ്റും. എന്നൊന്നും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുകയും വേണ്ട. ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ, നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ, ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഉണ്ട്. ഇത് 3 കൂടെ ഞാനാണെങ്കിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത്, ഗ്രേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ എൻ്റെ കൈ നല്ലതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കൈ അവിടെ ഇവിടെയൊക്കെ അത് ആ കമ്പിയിലൊക്കെ കൊണ്ടുപോയി എൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മെനക്കിട്ട് ഈ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുത്തത് കേട്ടോ. ഞാൻ പറയട്ടെ, ഈ ഒരു പാക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ്. ഈ പൊട്ടറ്റോ വെറുതെ തന്നെ നമ്മൾ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്താലും ഭയങ്കര റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പിന്നെ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോയുടെ പാക്ക് ഇടുമ്പോൾ ഒരു പ്രശ്നം എല്ലാ ദിവസവും ഉണ്ടാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് കറുത്ത് പോകും. ഇപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം ഗ്രേറ്റ് ചെയ്ത് അടുത്ത ഗ്രേറ്റ് ചെയ്യാൻ പോയപ്പോൾ തന്നെ കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കളർ ഇങ്ങനെ മാറിപ്പോത്തൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് കുറച്ച് നമ്മുടെ ഇതില്ലേ നാരങ്ങയും ഒന്ന് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അരച്ചെടുക്കുമ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരിയൊന്നും വരാതെ നല്ല ജ്യൂസായിട്ട് കിട്ടണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തരിപ്പ് വരുന്നതേ. അതുകൊണ്ട് നല്ല ജ്യൂസായിട്ട് നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഐസ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക, ഫ്രീസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കിയെടുത്ത് ഒരു പാത്രത്തിലോ മറ്റേ നമ്മുടെ ക്യൂബ് ഇട്ട് വെച്ചില്ലേ അതുപോലെ തന്നെ ഇട്ട് വെച്ചാൽ മതി. നമുക്കൊരു മാസത്തേക്ക് ഉപയോഗിക്കാം. എൻ്റെ ഈ പണിയെല്ലാം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞാൻ കുഞ്ഞാപ്പിയെ ഉറക്കി കിടത്തിയിട്ടാട്ടാ, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇതിനൊന്നും വിടത്തില്ല. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ മിക്സി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എണീറ്റ് വരുമോ എന്നുള്ളത്. ഭാഗ്യത്തിന് എണീറ്റ് വന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാലേ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട്? നമ്മൾ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ വേറെ ആരും ഇമ്പോർട്ടൻസ് തരാനാ? നമുക്ക് സ്വന്തമായിട്ട് എത്ര വാല്യൂ കൊടുക്കുന്നോ അതാ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതും കേട്ടോ. ഞാനൊരു വേസ്റ്റാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു വിചാരമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരമുള്ളത്. നമ്മൾ കൊടുക്കാത്ത വില വേറെ ആരും തരുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഇപ്പോഴേ കണ്ടെത്തുക കേട്ടോ. കുറേ നാൾ കഴിഞ്ഞിട്ട് അയ്യോ അന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ മറന്നു പോരുതല്ലോ. അപ്പം എന്തായാലും ഞാൻ ട്രേ ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചേട്ടാ. ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.